നല്ല ഇലയിൽ നല്ല സദ്യയും അതിൻ്റെ കൂടെ 4 കറികളും പിന്നെ കൂട്ടുകറികളും പായസവും മീൻ പൊരിച്ചതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ഐ എം സ്വാലിഹ് വളാഞ്ചേരി. കഥ തുടരാം. എടപ്പാളിൽ നിന്ന് കുറച്ച് ദൂരെ പോയാൽ അയിലക്കാടുണ്ട് കേരളക്കാരൻ മീൻചട്ടി എന്ന ഈ സ്ഥാപനം. ഇതിലത്തെ ഭക്ഷണം ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ വന്നേക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാനും എൻ്റെ വൈഫും കുട്ടിയും മാത്രമായിരുന്നു വന്നിരുന്നത്. ഇന്ന് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ വൈഫും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയാട്ടോ വന്നിട്ടുള്ളത്. ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ് കേട്ടോ. ഇവർ 2 പേരാണ്, സുഭാഷേട്ടനും അതുപോലെ തന്നെ വിനോദേട്ടനും. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റുള്ള കാരണം ഇന്ന് ഈ വഴി പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കയറിയതാണ് ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ സദ്യയും അതുപോലെ തന്നെ 4 കറികളും അതുപോലെ അതിക്കുള്ള കൂട്ടുകറികളും പായസവും പപ്പടവും ഒരു രക്ഷയും ഇല്ല കേട്ടോ. കേരളക്കാരൻ മീൻചട്ടി എന്ന ഈ സ്ഥാപനത്തിൽ ഇവർ തയ്യാറാക്കുന്ന അതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഈ സാമ്പാറും പിന്നെ മീൻ കറി, ഉണക്ക ചെമ്മീൻ കറി, മോര് കറി, ഈ 4 കറികൾ കൂടാതെ കൂട്ടുകറികൾ പലതരം വിഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അത് കൂടാതെ ഈ മീനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. അതും ഒറിജിനൽ വെളിച്ചെണ്ണയിൽ ചക്കിലാട്ടിയ ഒറിജിനൽ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിക്കണത്. അതും നല്ല ഫ്രഷായിട്ടുള്ള മുളക് പൊടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓവർ എരിവോ കാര്യങ്ങളോ കളറോ ഒന്നുമില്ല. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു നെഗറ്റീവ് പോലും ഇതിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മീൻ പൊരിച്ചതായാലും ശരി, കറികളും സദ്യയും എല്ലാം വെരി വെരി ടേസ്റ്റ് കേട്ടോ. നെഗറ്റീവ് പറയാനൊന്നുമില്ല. ഞണ്ട്, കൂന്തൾ, അതുപോലെ കാളാഞ്ചി. ഈ കാളാഞ്ചി വലിയൊരു മീനാണ് കേട്ടോ. അതുമാത്രമല്ല പിന്നെ പലതരം മീനുകളും ഇവിടെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവരെ ഭക്ഷണം കേട്ടോ. ഇവർ ചെറിയൊരു പൈസക്കാണ് ഈ സദ്യ കൊടുക്കുന്നത്, അതും 80 രൂപയ്ക്ക്. എടുത്ത് പറയാൻ ഇവരുടെ പായസം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓവർ മധുരമോ കാര്യങ്ങളോ മടുപ്പോ ഒന്നും നമുക്ക് തോന്നില്ല. നല്ല ടേസ്റ്റുള്ള പായസമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇവരുടെ സദ്യയും അതുക്കുള്ള കറികളും കൂട്ടാനും പിന്നെ എല്ലാതും നമുക്ക് ഒരുപാട് ഇഷ്ടമായി. മീൻ പൊരിച്ചതും പായസവും എല്ലാം. ഞാൻ ഇതൊരിക്കലും തള്ളി മറിക്കല്ല, ഉള്ളത് കാര്യം പറയണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. എടപ്പാളിൽ അയിലക്കാടുള്ള കേരളക്കാരൻ മീൻചട്ടി എന്ന സ്ഥാപനത്തിൽ വന്നിട്ട് അവിടുത്തെ സദ്യയും പായസവും മീൻ പൊരിച്ചതും നിങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കണം കേട്ടോ. ഇതിൻ്റെ മിച്ചടക്കം ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടോ. ജെസ്സി പായസം പപ്പടവും ചേർത്ത് എനിക്കൊന്ന് കഴിക്കാൻ തന്നിട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മറക്കല്ലേ കേരളക്കാരൻ മീൻചട്ടി. അപ്പം ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ.